ടെസ്സേനെ ഓർമ്മയില്ല? ഇല്ല. എടി നമ്മൾ ഒരുമിച്ച് കൊറേ ആഡ് ചെയ്തിട്ടില്ലേ? പക്ഷെ ടോപ്പ് സിംഗറിൽ പോയപ്പോ നീ എന്നെ കൂട്ടിയില്ല. ടോപ്പ് സിംഗറിൽ പോണെങ്കിൽ പാട്ട് പാടണോടാ. എനിക്ക് പാട്ട് അങ്ങനെ പ്രൊഫഷണൽസ് ഒന്നും പാടാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയുണ്ട്. അതിന് നിനക്ക് ഡാൻസ് അറിയാമോ? ഡാൻസ് അറിയാം, പക്ഷെ നീ എന്നെ പഠിപ്പിക്കും, ഞാൻ ചെയ്യും. എന്നാ എനിക്കൊരു കണ്ടീഷൻ. എന്താ? നീ ഇപ്പൊ വിനയൻ സാറിന്റെ പടത്തിലല്ലേ അഭിനയിക്കുന്നത്? യെസ്. എന്നാ നീ വിനയൻ സാറിനോട് പറയണം എന്നെ വെച്ച് വെള്ളി നക്ഷത്രം പോലുള്ള സിനിമ എടുക്കാൻ. ആ കാര്യം ഞാൻ ഏറ്റു. ആൻഡ് ഡീൽ. എന്നാ നമുക്ക് ഡാൻസ് ചെയ്യാം. ഫസ്റ്റ് ഒക്കെ ഓക്കെ. ഇതിന്റെ എന്നെ കൊണ്ട് പറ്റില്ല, ശ്രമിക്കാം. ഇതൊക്കെ പറ്റുള്ളൂ. അയ്യോ ദേ ടെസ്സക്കുട്ടി. ഇതെന്താടാ? മൂൺ വോക്ക്. സിനിമ ഉണ്ടോ മൈക്കൽ ജാക്സൺ? അതെന്ത് കാണാത്ത? പിന്നെന്താ ഇപ്പൊ പെട്ടെന്ന് ഇതുവരെ? എനിക്കില്ലേ MJ-നെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടുന്ന MJ അല്ല, പക്ഷെ പാട്ട് പാടുന്ന MJ-നെ ഇഷ്ടമാ. ബ്രേക്ക് കളിക്കുന്ന MJ, മൈക്കൽ ജാക്സൺ. ആ സിനിമ കാണാട്ടോ. ഞാൻ ആ സിനിമ കണ്ടു കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സിനിമ. ഇഷ്ടപ്പെട്ടോ? ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫിലിം. അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര സിമിലർ അല്ലേ? അവരത്ര അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ജാക്സൺ 5, അവരുടെ കുടുംബം, അച്ഛൻ, അമ്മ, അവരൊക്കെ തമ്മിലുള്ള ബന്ധം, എങ്ങനെയാണ് മൈക്കൽ ജാക്സൺ എങ്ങനെയാണ് ആ മ്യൂസിക്കിലേക്ക് വരുന്നത്. ഞാൻ കണ്ടില്ല. ഇല്ല ഇല്ല ഇല്ല, ഞാനും കാണാൻ. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. അല്ല MJ, അവരുടെ ലുക്സ് ഒക്കെ ഭയങ്കര അങ്ങനെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒറിജിനൽ ട്രാക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓ, എന്റെ മൈക്കൽ ജാക്സന്റെ ഇഷ്ടപ്പെട്ട പോസ്റ്റ് ഞാൻ കാണിക്കട്ടെ. കാണിച്ചു. സൗണ്ട് എഫക്ട്സ് ആണ്. നമുക്കപ്പോ മ്യൂസിക് ഇട്ടിട്ട് ചെയ്താലോ? ഞാനൊരു ഡാൻസ് കളിക്കാം. ഓക്കെ. മൈക്കൽ ജാക്സന്റെ മലയാളം പാട്ടിട്ട് എങ്ങനെ ഇരിക്കും നോക്കാം. ശരി, ഡൺ. ഓക്കെ. അനുപേട്ടാ, പാട്ടിടാം നമുക്ക്. ഇതാരായിരുന്നു പറഞ്ഞ ഇപ്പൊ കാണിച്ച മൈക്കൽ ജാക്സൺ. അതോ ഇത് സലൻകുമാറായിരുന്നു? ഞാനോ? ഞാൻ പെണ്ണ. മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര ശ്രദ്ധിച്ചില്ലേ? മുദ്ര മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര. ഞാന് ആ മുദ്ര ശ്രദ്ധിക്കുന്നതിന്റെ ആ പാട്ടായി ഇപ്പൊ ഇട്ടെ. ഓ, അതുകൊണ്ട് അങ്ങനെ തോന്നിയതാ MJ സാറിന്. തോന്നിയാണല്ലേ? അതെ, മലയാളം പാട്ടായോണ്ട് തോന്നിയത്. ശരിക്കും എസ്കോട്ടല്ലോ, BPല്ലോ, നീ എന്റെ മൊബൈലാണ്. ഞാൻ നിന്റെ ഞാൻ നിന്റെ മൊബൈലിനാണോ? ഞാൻ നിന്റെ മൊബൈലാണല്ലോ. മൊബൈൽ ആയെങ്കിൽ നീ വിളിച്ചോ നിന്റെ മൊബൈലാണെന്നൊക്കെ പറഞ്ഞു. ആ പാട്ടിന്റെ വരിയല്ലേ? പറഞ്ഞു കൊടുക്കട്ടെ ബേബി, നീന്ന് വിളിച്ചല്ല, പാട്ടിന്റെ വരിയാന്ന് പറഞ്ഞു കൊടുക്ക MJ സാറിന്റെ അടുത്ത്. MJ-കളുടെ ഒരു ബോധമില്ലെന്ന് അവള് കിളി പോയിരിക്കും MJ.
യെസ് ഐ ആം സോറി. അപ്പൊ പാട്ട് എസ്കോട്ടലോ BPLോ ഈ പാട്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? വെസ്റ്റേൺ സ്റ്റൈൽ പാട്ട്, യോയോ പാട്ട്. അതൊക്കെ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഒരു പ്രത്യേകത ഉണ്ട്. എന്താ? എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാള് വന്നിട്ടുണ്ട്. അതാരാ അത്? അതൊക്കെ സർപ്രൈസാ. ഇപ്പൊ കാണാൻ പറ്റത്തില്ല നമുക്ക്. ഇപ്പൊ കാണാൻ പറ്റില്ല, പാടി തുടങ്ങുമ്പോ കാണാം. മീശയുള്ള ആളാണോ? ഒന്ന് പോക്കേ. പിന്നെ ചെറിയ എന്റെ അടുത്ത് ഇവിടെ ഗെറ്റ് ഔട്ട് അടിച്ചു. ഒന്ന് പൊക്കെ അവിടെ നിന്ന്. ഞാൻ പോട്ടാ. പിന്നെ ആരും മാർക്കും തരൂല കേട്ടോ. പൊക്കേന്ന് ആ, പറഞ്ഞില്ലേ? ശരിയാ, അപ്പൊ ആരും ഞാനത് ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ അപ്പൊ ഞാൻ അവിടെ തന്നെ ഇരിക്കാം. ആ. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ്. വർഷം 2004. പിന്നെ മ്യൂസിക് ഡയറക്ടർ മോഹൻ സിത്താര സാറ്, MD രാജേന്ദ്രൻ സാറ്, ലിറിക് എഴുതി, സിനിമ, കൂട്ട്, പിന്നെ പാട്ട് എസ്കോട്ടല്ല. എസ്കോട്ടില്ല. എസ്കോട്ട്. ഈ എസ്കോട്ടല്ലോ എന്ന് പറഞ്ഞ എന്താ? പണ്ടത്തെ ഒരു മൊബൈലാണെന്നാ മാമ പറഞ്ഞത്. ആണോ? BPLOയും. BPLO. പണ്ടത്തെ ഒരു മൊബൈൽ മൊബൈലായിരുന്നു. MJ ഞങ്ങളുടെ ഫസ്റ്റ് മൊബൈൽ ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? എസ്കോട്ടൽ. ആണോ? ശരിക്കും ഉണ്ണി ഞങ്ങളുടെ ആണോ? അപ്പൊ ആര് ചേച്ചിയുടെ ഞാനപ്പോ കുഞ്ഞല്ലേ, എനിക്ക് അപ്പൊ ഫോണൊന്നും മേടിക്കാൻ പാടില്ല. ജനിച്ചിട്ടില്ലല്ലേ? അല്ല, ഈ ആര് ചേച്ചി എന്നാ ജനിച്ചേ? 1996. പ്രായം കുറവാണല്ലേ എല്ലാവരും? എന്ത് ചെയ്യാനാ, ഞാൻ കുറച്ച് കുഞ്ഞായിപ്പോയി. എന്നെക്കാളും പ്രായം കുറഞ്ഞ ഒരാളുണ്ട്. ദേ ഞാൻ എന്നെ കഴിഞ്ഞ ബേബിയാണ് ആര്യ ചേച്ചി. മീനുകുട്ടനെ 2028 ജനിക്കാൻ പോണേ ഉള്ളൂ. അതെ, ഞാൻ ഇതുവരെ ജനിച്ചില്ല, വെയിറ്റ് ചെയ്യാം. അതെ. അപ്പൊ ഇത് പ്രേതമാണല്ലേ? ആ കണ്ടോ വെള്ളമൊക്കെ ഇട്ട് വന്നത്. അതെ, കറക്റ്റ് ദിവസം തന്നെ. അപ്പൊ ടെസ് ബേബി പാട്ട് പാടണ്ടേ? പാടാം. All the best, All the best. Thank you.
സോ ആപ്ലിക്കേഷൻ ഡിസ്മിസ്ഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. ആണോ? അല്ലേലും മുറ്റത്തെ മുല്ലയ്ക്ക് മുറ്റത്തെ മുല്ലേ? അതാരെ? ഏതാണ് മുല്ല? മുല്ല എന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടിലൊക്കെ നടാറില്ലേ? നടാറുണ്ട്. ആ നെടുന്ന ചെടി. ആരുഷ്. ഞാൻ ആരുഷ്. ആരുഷ്. ആ ഇവൻ ആരാന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് ഞെട്ടിപ്പോ. ആരാന്ന് പറയട്ടെ? ഞെട്ടിക്കാൻ ഞാൻ. അതിശയൻ ഡയറക്ട് ചെയ്ത വിനയൻ സാറില്ലേ? ആ വിനയൻ സാറിന്റെ ഒരു ഫിലിമിനകത്തെ അതിശയനത് പുതിയ ഹിറ്റ് ഫിലിമിനകത്തെ വരാൻ പോകുന്നേ ഉള്ളേ. അത് അതിശയനാണോ? അതിശയൻ സെക്കൻഡ് പാർട്ടല്ല അതിശയന്റെ. പക്ഷെ അതിശയൻ തന്നെ. ഞാൻ അതിശയൻ വിനയൻ സാറിന്റെ ബിഗ് ബ്രെയിൻ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഫാന്റസി മൂവി വരാൻ പോണെയാണ്. അതിനകത്ത് അതിശയനാണ് ഞാൻ. ഇല്ല കഴിഞ്ഞിട്ടില്ല, ജൂലൈയിൽ തുടങ്ങും. അതിശയൻ. ഓക്കെ, സൂപ്പർ. അവർ രണ്ടുപേരും അവരുടെ തന്നെ ഒരു യൂണിവേഴ്സിലാണ്. അവരുടെ തന്നെ ആയിട്ടുള്ള ലോകം, അവരുടേതായിട്ടുള്ള മൂവീസ്, അവരായിട്ടുള്ള ആഡ്സ്. അതെ. ഇപ്പൊ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എം ജെ ഞങ്ങളെ ഇഷ്ടപ്പെട്ടോ? പഞ്ചാര കുറച്ച് കുറച്ച് കുറച്ചെന്ന് പറഞ്ഞല്ലേ? അതെങ്ങനെ പറഞ്ഞേ? വൈശാഖികളെ പടം പറഞ്ഞ കുറച്ച് 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 കുറച്ച്. അത് പ്രൊണൗൺസിയേഷൻ എങ്ങനെ അങ്ങനെ കിട്ടി? അത് നല്ല തോന്നുന്നു. അങ്ങോട്ട് നാച്ചുറൽ ആയിട്ട് വന്നാണോ? കുറച്ച് കുറച്ച്. ആ പിന്നെ പോടാന്ന് പറഞ്ഞിട്ട്. അയ്യോ എന്തൊരു ചീത്ത വിളിയായിരുന്നു. കറക്റ്റ്. രണ്ടുപേർക്കും ബോധമില്ല. ആ എന്തേ ശരിക്കും എന്തൊക്കെ വിളിച്ചു? ഫുൾ ഉണ്ണിസാറും പറഞ്ഞു പാട്ടിൽ ഫുള്ള് ചീത്ത വിളിക്കാൻ. രണ്ടുപേർക്കും ബോധമില്ല. നല്ലതാണെന്ന് പറയുന്നവർക്ക് മാത്രമാണ് ബോധം. ആ നല്ല പാട്ട്, ചീത്ത വിളിക്കുന്ന പാട്ടെല്ലാം നല്ല പാട്ട്. ചേച്ചിക്ക് ബോധമുണ്ട്. ബോധം വന്നു. സൂപ്പർ പാട്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട്. ഉണ്ണിസാറ് പറഞ്ഞില്ല, മാറ്റിയില്ല. നല്ല നന്നായിരുന്നു അല്ലേ? ഷാരൂഖ് ഖാൻ അടിപൊളിയുണ്ട് കേട്ടോ. ആരുഷ് ഖാൻ ക്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ആദ്യം ആരുഷിനെ എങ്ങനെ മീറ്റ് ചെയ്തെന്ന് പറയട്ടെ. ഞാൻ ഫാഷൻ ഷോയില് വെച്ചിട്ടായിരുന്നു. ഞങ്ങൾ ഒറ്റ ടെക്കില് എല്ലാം അടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി സുഖമാണ്. ഓ അങ്ങനെയാണല്ലേ? എന്നാ എനിക്കൊരു റാമ്പ് വാക്ക് കാണണം ഇന്ന്. ഓക്കെ, രണ്ടുപേരും. ആരുഷ് എവിടെ സ്ഥലം? ഞാൻ കാക്കനാട്, എറണാകുളം. ഓ ഇവിടെ തന്നെയാണ്. യു ആർ ലുക്കിംഗ് വെരി സ്റ്റൈലിഷ് ബോയ്. മിടുക്കനാണല്ലോ. മിടുക്കൻ. അതെ അതെ അതെ. അങ്ങനെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് മിടുക്കനാണെന്ന്? ഒരു 5-6 പേര്. അമ്മ ഒരു സ്കൂൾ, എല്ലാ സ്കൂളും പറഞ്ഞിട്ടുണ്ട്. എല്ലാ സ്കൂളോ? അല്ല, എന്റെ സ്കൂൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏത് ക്ലാസ്സിലെ മോൻ? ഞാൻ 4th. 4th സ്റ്റാൻഡേർഡ്. ഓക്കെ, നല്ല പാർട്ട്ണർ ആയിട്ട് കിട്ടി അല്ലേ? അതെ, നല്ല പേര്, അടിപൊളി കേട്ടോ ഡാൻസ് ചെയ്യാനൊക്കെ. ആരുഷ് കൊള്ളാം. ആരുഷ് കൊള്ളാം. പക്ഷേ അല്ലേ? ടെസ്സും കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു എം ജെ സർ. ആര് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കണ്ടോ ആ സ്റ്റൈല്? കണ്ടോ എന്തോ ഒരു പ്രശ്നം? ആ സ്റ്റൈല് കണ്ടോ? ആ ചെയിനൊക്കെ കണ്ടോ? പാൻസ് ഇങ്ങനെ തൂങ്ങിയ ആ ചെയിനൊക്കെ കണ്ടോ? ഇത് ഫാഷൻ ഷോയ്ക്ക് തൂക്കിയിടുന്ന എന്തോ മാല പോലത്തെ ഒരു സാധനം. അമ്മ എന്താണ് തട്ടിക്കൂട്ടി ഇവിടെ ഇട്ടാ. അത് കൊള്ളാം. പക്ഷെ ആരുഷ് പോടാന്നൊക്കെ വിളിച്ചിട്ട് തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്കിപ്പോ പറയണം, ടെൻഡൻസി വന്നിട്ടുണ്ട്. ഓടി ഒറ്റ വാക്കല്ലേ പറഞ്ഞേ. തിരിച്ചു പറഞ്ഞേ. ഓടി പെരും കള്ളി. ഇവിടെ പോടാ ഓടി. എനിക്കിത് പിടിച്ചു മാറ്റാൻ അറിഞ്ഞൂടാ കേട്ടോ. എം ജെ സർ ഇത് പ്രശ്നമാവും. എം ജെ സാർ ആദ്യം തിരിച്ചു പറയാൻ പറഞ്ഞേ. ഇനി എം ജെ സാറിനോട് അയക്കും അടുത്ത. ഞങ്ങളാദ്യം പ്രശ്നം ഉണ്ടാക്കില്ല. എനിക്കുള്ള അനിയത്തിനെ പോലെ, പക്ഷെ കൂടെ പറപ്പല്ല. എസ്കോട്ടിലും ബീപ്പിലും ഗംഭീരായല്ലേ? വേറെ ലെവലായിരുന്നു. പ്രീപെയ്ഡ് എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. നല്ല രസമുണ്ട്. ഒരു മോഡേൺ പാട്ട് മൊത്തത്തിൽ. അതിനകത്ത് ലൈൻ ഉണ്ട്. ഇന്റർനെറ്റിൻ വലയിൽ വീഴും മോഡേൺ കളിക്കാലം. മോഡേൺ കളികാലം. നമ്മളിപ്പോ 2026 പാടുമ്പോ അവരുടെ അപ്പൂപ്പന്മാരൊക്കെ കാണുന്നുണ്ടാവും. എവരുടെ അപ്പൂപ്പന്മാര്? ഈ ആക്ടേഴ്സ് എല്ലാം കാണുന്നുണ്ടാവും ചിലപ്പോ. ഇത് 2004 അപ്പൂപ്പന്മാര്, 2026 എല്ലാം കാണുന്നുണ്ടാവും കേട്ടോ. ജെൻ ആൽഫ ബീറ്റ ഗാമയാണോ? ജെൻ ആൽഫ മോഡേൺ കളിക്കാലം. ആൽഫ മോഡേൺ കളികാലം. ആൽഫ എന്തുവാ? അൽഫാമോ? അൽഫാം അല്ല, അത് തന്നെ കറക്റ്റ്. അൽഫാം. ജെൻ ആൽഫാം. ജെൻ എന്തുവാ? അൽഫാമിന്റെ പുതിയൊരു ഫ്ലേവർ. ജനറേഷൻ. ജനറേഷൻ. ഓ ന്യൂ ജെൻ. ആരുഷേ, അതെ, ഇനി കുറച്ചും കൂടെ മുടി വളർത്തിയാലേ മുന്നോട്ട് പിന്നെ കണ്ണു കാണാൻ പറ്റുമോ? സ്കൂളിലേക്ക് സ്പെഷ്യൽ പെർമിഷൻ വേണം. ഞാൻ കൊറേ സ്പെഷ്യൽ പെർമിഷൻ കൊടുത്തു. അവരാണെങ്കിൽ ലാസ്റ്റ് ചാൻസ് ആന്ന് പറഞ്ഞു.
ലാസ്റ്റ് പെർമിഷൻ. മുടി വെട്ടാനല്ലേ? ഇനി മുന്നോട്ട് മുടി വെട്ടിയില്ലെങ്കിലേ കണ്ണു കാണാൻ പറ്റൂല. കണ്ണു കാണാം. അപ്പൊ ഗംഭീരായിട്ടോ, രണ്ടുപേരും കൂടെ ഗംഭീരായി അടിച്ച് പൊളിച്ച് തകർത്ത്. രണ്ടുപേരും അതിഗംഭീരായി. രസമായിരുന്നു പെർഫോമൻസ്. ടെസ ബേബി കിഡിലെ മൂവ്സ്. ആരുഷ് കിഡിലെ മൂവ്സ് ഒന്നും പറയാനില്ല. ചേച്ചി കണ്ടില്ലേ? ഏത് മൂൺ വോക്കൊക്കെ ഒരു രക്ഷയില്ല. ഈ പ്രായത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്യുകയാണെങ്കിൽ വലുതാവുമ്പോ എന്തായിരിക്കും? അല്ല, എനിക്ക് ആ റാമ്പ് വോക്ക് ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരുമോ? മൈക്കിൾ ജാക്സൺ ആവും. രണ്ടുപേരും കൂടെ ഒരു റാമ്പ് വോക്ക്. കയ്യിന്ന് പോയി. ഇത് നല്ല സ്റ്റേജ് പ്രസൻസ് കിട്ടോ രണ്ടുപേർക്കും. അടിപൊളി. പിടിക്കാൻ നോക്കിയിരിക്കുക. അപ്പൊ രണ്ടുപേർക്കും പോരട്ടെ. ആരുഷിനും നമ്മുടെ ടെസക്കുട്ടിക്കും ഒരു മധുരമഴ. ബൈ ബൈ, സീ യു. ബൈ ബൈ ആരുഷ് ആൻഡ് ടെസ ബേബി.